വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി തട്ടാമല കൊല്ലം. ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ്. കഴിഞ്ഞ വർഷം മാർച്ച് 10-നാണ് AV ടൈൽസ് ആൻഡ് സാനിറ്ററി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആദ്യത്തെ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. അത് ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ചെയ്തത്. ഇന്ന് 210 വീഡിയോസിൽ കൂടുതൽ ആയി, 2100 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ ഒരു അച്ചീവ്മെന്റ് ഞങ്ങൾക്ക് തന്നതിൽ ഇത്രയും ഞങ്ങളെ എൻകറേജ് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ ഇന്ന് ഹൃദയപൂർവ്വം താങ്ക്സ് പറയുന്നു. ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, ഫസ്റ്റ് വീഡിയോ ഇവിടെ ആയിരുന്നു. അന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറ്റ്കോയുടെ പ്രാഡ സീരീസ് ആയിരുന്നു, അതേ സ്പേസിൽ. പക്ഷേ ഇന്ന് ഒരു വർഷം കഴിഞ്ഞപ്പം ഞങ്ങൾ വലിയൊരു മാറ്റം AV ടൈൽസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നോർമലി ഫ്ലോറൽ പാറ്റേൺസ് കഴിഞ്ഞ് ഒരു വർഷമായിട്ട് മാർക്കറ്റിൽ വിപണിയിൽ ഉണ്ടെങ്കിലും നമ്മൾ ഫ്ലോറൽ പാറ്റേൺസ് ബ്രാൻഡഡ് കമ്പനീസിൽ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസം ആയിട്ട് ഞങ്ങൾ ശരിക്കും ഒരുപാട് കമ്പനീസ്, ബ്രാൻഡഡ് കമ്പനീസിൽ ഇത് ബ്രൗസ് ചെയ്തു. പക്ഷേ ഫ്ലോറൽ പാറ്റേൺസ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻസ് മോട്ടീഫ് ആയിട്ട് ബ്രാൻഡഡ് കമ്പനീസ് ഫോർ സം റീസൺ കൊണ്ടുവരുന്നില്ലായിരുന്നു. സോ ഇപ്പം ഞങ്ങൾ ബ്രാൻഡഡ് കമ്പനീസിനെ പോലെ തന്നെ അതേ ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പനീസുമായിട്ട് നമ്മൾ മീറ്റിംഗ് ചെയ്ത് ബ്രാൻഡഡ് കമ്പനീസിനെ പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതേ നിലവാരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഒരു കമ്പനി പെയിൻറ്റാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ ഫൈനലി ഡീൽ ഫിക്സ് ചെയ്തു. നല്ല പ്രൈസ്, പക്ഷെ പ്രൈസിനെക്കാട്ടിലും വലുത് അതിൻ്റെ ക്വാളിറ്റിയാണ്. സോ റൈറ്റ് ബിഹൈൻഡ് മീ നമ്മൾ ഒരു 8 പുതിയ ഡിസൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് വഴിയെ ഓരോന്നും ആഡ് ചെയ്യാം. ഇന്ന് നമുക്ക് പരിചയപ്പെടാം എൻ്റെ പുറകെ കാണുന്ന ക്ലാസിക് ആയിട്ടുള്ള 2 ബാത്റൂംസ് വിത്ത് അബ്സ്ട്രാക്ട് ഫ്ലോറൽ പ്രിന്റ്സ് ആസ് മോട്ടീവ്സ്. സോ ആദ്യത്തത് നമുക്കറിയാം, ഈ ടൈലിന് നോമൻക്ലേച്ചർ പേരുകളല്ല, നമ്പേഴ്സ് ആണ്. സോ ഇതിന് പ്രത്യേകിച്ച് ഒരു പേര് എനിക്ക് പറയാനില്ല, നമ്പറാണുള്ളത്. ബട്ട് ഇതിന്റെ ബ്യൂട്ടി അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ എവിടെ പാസ്സായെന്ന് വെച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെ ബേസിക് കളറാണ്. അത് ഇറ്റാലിയൻ മാർബിൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഒരു ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഇമേജ് ഈ കളറിന്റെ ആണ്. സോ പ്ലെയിൻ ടൈല് നമുക്കറിയാം, പ്ലെയിൻ ടൈൽ ആയിട്ട് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ലെഡ്ജിന് മാത്രം നമ്മൾ 15 സെന്റിമീറ്ററിന്റെ സ്ട്രിപ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രിപ്സ് കട്ട് ചെയ്ത് സെയിം കളർ നമുക്ക് ഇവിടെ കാണാം. ഈ 2 വാളിലും ടൈലും അതിന്റെ സ്ട്രിപ്പിങ്ങും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമായിട്ട് നമ്മൾ ചെയ്താൽ പോലും വളരെ എലഗന്റ് ബാത്റൂമാണ്. ഇനി അതിന്റെ കൂടെ ഗ്രാഫിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ആബ്സ്ട്രാക്ട് ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്. ഫ്ലവേഴ്സ് ഇല്ല, ലീവ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ടൈപ്പ് ലീവ്സ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലീഫ്, ഫോർഗ്രൗണ്ടിൽ ഒരു ബ്ലൂ ലീഫും ഒരു ബ്ലാങ്ക് ലീഫും. സോ ഓവറോൾ വെരി നീറ്റ്. ഇത് ഈ ടൈലിന്റെ ബേസ് ടൈല് നമ്മുടെ ബോഡി ടൈല് തന്നെ. സോ അതാണ് ഇതിനെ ഒരു നോർമൽ അൺബ്രാൻഡഡ് ടൈലിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും. ഞങ്ങൾ ഈ ടൈല് സെലക്ട് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഫ്ലോറൽ ടൈലിന്റെ ബേസ് പ്രിന്റ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ടൈലാണ്. സോ നോർമലി ഇത് ബ്രാൻഡഡ് ടൈൽസിന് മാത്രം കിട്ടുന്ന സ്പെഷ്യാലിറ്റി ആണ്. നോർമലി അൺബ്രാൻഡഡ് ടൈൽസ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവർ മോട്ടീവ് സെപ്പറേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ബോഡി സെപ്പറേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് ബെസ്റ്റ് മാച്ച് ആയിട്ട് കിട്ടത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്കൊരു ഫ്ലോലെസ് മാച്ച് ഈ ബാത്റൂമിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർ ആണ്. ഈ ഫ്ലോർ നമ്മൾ എടുത്തേക്കുന്ന RK പോർസ്ലാനോ ഫ്ലോർസ് ആണ്. അതായത് RKയുടെ പോർസ്ലൈൻ ടൈൽ ഫ്ലോർ ആണ്. RKയുടെ പോർസ്ലൈൻ സീരീസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സെമി വിട്രിഫൈഡ് ആണ്, പക്ഷെ പ്രൈസ് വളരെ കുറവാണ്. നമ്മൾ ഫുൾ വിട്രിഫൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അൺബ്രാൻഡഡ് ടൈൽസിന്റെ പ്രൈസും ആയിട്ട് നമുക്ക് അതിനെ കോമൺ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അൺബ്രാൻഡഡിൽ ഫുള്ളി വിട്രിഫൈഡ് ടൈലും ബ്രാൻഡഡിനകത്ത് നമ്മൾ ഫൈൻ പോർസ്ലൈൻ സീരീസിന്റെ RKയുടെ ടൈലാണ്. മോണോകോട്ട് സീരീസ് വളരെ ബ്യൂട്ടിഫുൾ ടൈലാണ്, പെർഫെക്റ്റ് ജെല്ലിംഗ് ആണ്. ഇത് ആക്ച്വലി അതേ കളർ വരണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഒരു സ്റ്റോപ്പ് ഡാർക്ക് ആക്കി വെച്ച് ചെറിയൊരു ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട്. പക്ഷേ മോറോർലെസ് സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് മോട്ടീഫ് നമുക്ക് ഇല്ലാതെയും പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിട്ട് നമുക്ക് ഇത് മോട്ടീഫ് ഇല്ലാതെയും ഈ ബാത്റൂം അപ്ലൈ ചെയ്യാം. ടൈല് കണ്ട ഗ്രിപ്പ് തോന്നിക്കത്തില്ല, പക്ഷേ ഈ ടൈലിന്റെ ഗ്രിപ്പ് അമേസിംഗ് ആണ്. ഈ ടൈൽ ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സ് വേറെ ടൈൽ നോക്കത്തില്ല. കാരണം കാഴ്ചയ്ക്ക് ഇത്രയും ഭംഗിയും ഇതുപോലൊരു നല്ല ഗ്രിപ്പ് ഉള്ള ഒരു ടൈലാണ് എല്ലാവരും ബാത്റൂമിലേക്ക് ആഗ്രഹിക്കുന്നത്. സോ ഗൈസ്, ദിസ് ഈസ് ഫസ്റ്റ് ഓഫ് അവർ 2 മെറ്റീരിയൽസ് ഫോർ ദിസ് എപ്പിസോഡ്, ദി ക്രീമ മാർബിൾ വിത്ത് ആബ്സ്ട്രാക്ട് ലീഫ് പെയിന്റ്. വീണ്ടും നമ്മുടെ രണ്ടാമത്തെ ഇന്നത്തെ
ബാത്റൂമിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. വീണ്ടും ഫ്ലോറൽ പാറ്റേൺ വിത്ത് ആബ്സ്ട്രാക്ട് പ്രിന്റ്. ആബ്സ്ട്രാക്ട് പ്രിന്റ് എന്ന് പറയുന്നത് ഈ ലീഫ് എന്ന് പറഞ്ഞ ഒറിജിനൽ ലീഫ് അല്ല, ഇത് വരച്ച് ഒരു ആർട്ടിസ്റ്റിക് ഇംപ്രഷൻ ആണ് ഒരു ലീഫിന്റെ. നമ്മൾ ആദ്യം കണ്ട ബാത്റൂമിന്റെ അതേ ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മൾ ആക്ച്വൽ ലീഫിന്റെ പ്രിന്റും ഒരു ആബ്സ്ട്രാക്ട് പ്രിന്റിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫ്ലവറിന്റെ ഫോട്ടോ ഉള്ള ഒരു ടൈല് നമ്മൾ ഭിത്തിയിൽ വെച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതിനൊരു ഔട്ട്ഡേറ്റഡ് ഫീൽ വരും. പക്ഷേ ഒരു ആബ്സ്ട്രാക്ട് പ്രിന്റ് എപ്പോഴും ഒരു പെയിന്റിംഗ് പോലെയാണ്. സോ വിച്ച് മീൻസ് ചാൻസസ് ഓഫ് വി ഗെറ്റിംഗ് ബോർഡ് ഓഫ് ഇറ്റ് ഈസ് വെരി ലെസ്. നമുക്ക് എന്നും എത്ര വർഷം കഴിഞ്ഞാലും ഈ ബാത്റൂംസ് ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എല്ലാ ബാത്റൂമും കുറഞ്ഞത് 20 മുതൽ 30 വർഷം വരെയുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പൊ 20 മുതൽ 30 വർഷം എന്ന് പറയുന്നത് ഒരു ജനറേഷണൽ ഗ്യാപ്പ് ആണ്. ഇന്ന് നമ്മൾ ചെലവാക്കിയ പണത്തിന് അതിന്റെ വാല്യൂ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ടൈൽസ് വളരെ കെയർഫുള്ളി ചൂസ് ചെയ്യണം. സോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ടൈലിനകത്തും ആദ്യം കണ്ട ടൈൽ പോലെ തന്നെ കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് ഈ കാണുന്ന ബേസ് ടൈല് തന്നെയാണ് ആ ടൈലിന്റെ ബാക്ക്ഗ്രൗണ്ട്. സോ വിച്ച് മീൻസ് നമുക്ക് ആ ബാത്റൂമിനകത്ത് ഒരിക്കലും മോട്ടീഫ് ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യത്തില്ല. ഇൻഫാക്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് സീംലെസ് ആയിട്ട് റൺ ചെയ്യും. നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ഒരു ഫ്ലോറൽ പ്രിന്റ് വരും. അഗെയിൻ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ എന്ന് പറയുന്നത് ഇറ്റാലിയൻ മാർബിളിനകത്ത് നമ്മൾ ആദ്യത്തെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ക്രീം കളറിലെ ക്രീം മാർഫിലാണെങ്കിൽ തൊട്ടടുത്ത ഡിസൈൻ ഇറ്റാലിയൻ മാർബിൾ നമ്മുടെ മനസ്സിൽ വരുന്നതും അത് സ്റ്റാച്ചുവാരിയോ ആണ്. സോ വൈറ്റിനകത്ത് ഈ ബ്ലാക്ക് ക്ലൗഡി ഗ്രെയിൻസ് ഉള്ള ഈ ഒരു സെറ്റ് ഓഫ് മാർബിൾസിനാണ് സ്റ്റാച്ചുവാരിയോ മാർബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാച്ചുവാരിയോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ടും സ്റ്റാച്ചുവാരിയോ ആണ്. അതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഫ്ലോർ കൊടുത്തേക്കുന്ന കോൺട്രാസ്റ്റ് ഫ്ലോറിങ്. നമ്മുടെ ആദ്യത്തെ ബാത്റൂമിനകത്ത് നമ്മൾ കൊടുത്ത ഫ്ലോർ കോംപ്ലിമെന്ററി ഫ്ലോർ ആണ്. സോ എൻറ്റയർലി ഒരു ക്രീം ഒരു ബട്ടറിന്റെ കളറിന്റെ ഒരു ഫീലാണ് അതിനകത്തെങ്കിൽ ഇവിടെ വരുമ്പം ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഉണ്ട്. വൈറ്റ് ബാത്റൂമിനകത്ത് ഗ്രേ ഫ്ലോർ. അഗെയിൻ ഇത് നിറ്റ്കോയുടെ ടൈലാണ്. നിറ്റ്കോയുടെ പ്രാഡ ഗ്രേ ആണ്. സോ അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് ഉണ്ട്, ഒരു ഫിനിഷ് ചെയ്യാത്ത ഫ്ലോറിന്റെ ലുക്ക് ഉണ്ട്. മാറ്റ് ഫിനിഷ് ടൈല, സ്പൈക്സ് ഇല്ല ആറേക്കെ പോലെ, പക്ഷേ ഗ്രിപ്പ് സൂപ്പർ ആണ്. സോ 40 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള ബാത്റൂംസ് വരെ നമുക്ക് ഈ ടൈൽ വെച്ച് നമുക്ക് പോവാം. 40ക്ക് മേളിലോട്ടുള്ള ബാത്റൂംസ് ആണെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഗ്രിപ്പ് സജസ്റ്റ് ചെയ്യും. സോ ഹിയർ ഇറ്റ് ഈസ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലോറൽ പ്രിന്റ്സ് ആൻഡ് എ ഗ്രേ ഫ്ലോർ. ആ ഗ്രേ ഫ്ലോർ തന്നെ ആക്സെന്റ് ആയിട്ട് സൈഡിൽ കൂടെ മേളിലെല്ലാം പോയിട്ടുണ്ട്. സോ യു ക്യാൻ സി ഗ്രേ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബാത്റൂം, വാം ബാത്റൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് അടുത്ത ബാത്റൂം. സോ ദിസ് വാസ് ജസ്റ്റ് one of the 4 episodes in our series of introduction to Pantene tiles at AB Marbles Kollam.